സ്റ്റുഡൻസ് എം എസ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് +2 ബിസിനസ് സ്റ്റഡീസ് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ്, അതായത് നിങ്ങളുടെ ബിസിനസ് സ്റ്റഡീസിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് നമ്മുടെ എം എസ് അക്കാദമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മൊബൈൽ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ടൊരു പേഴ്സണൽ ടീച്ചറുടെ സഹായത്തോടെ നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാവുന്നതാണ്. നമുക്ക് ആദ്യം വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ +2ൽ ആദ്യത്തെ ചാപ്റ്ററിൽ വരുന്നത് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. നമ്മൾ +1ൽ പഠിച്ചതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേറിട്ടിട്ട് നമ്മുടെ ഒരു +2 ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കാനുണ്ട്. പല കുട്ടികൾക്കും അക്കൗണ്ടൻസി അപേക്ഷിച്ച് നോക്കുമ്പോൾ ബിസിനസ് സ്റ്റഡീസ് കുറച്ചും കൂടി ടഫായി തോന്നാനുള്ള മെയിൻ കാരണം ഇത് തന്നെയാണ്. ഒരുപാട് തിയറീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു എൻറ്റയർ വീഡിയോസ് നമ്മുടെ പ്ലേലിസ്റ്റിൽ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസ് നിങ്ങൾ മറക്കാതെ കാണുക. അതേപോലെ തന്നെ കാര്യങ്ങൾ നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുക തന്നെ വേണം നിങ്ങൾ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് എന്താണ് നമ്മുടെ ഒരു മാനേജ്മെൻ്റ് എന്നാണ്. നമുക്കറിയാം ഏതൊരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം മാനേജ് ചെയ്യുക എന്ന് പറയണത് ബിസിനസ്സിൽ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ ബിസിനസ് ഫീൽഡ് ഒഴിച്ച് നമ്മൾ ബാക്കിയുള്ള ഫീൽഡ്സൊക്കെ എടുത്ത് നോക്കാം. നമുക്കറിയാം ഹോസ്പിറ്റാലിറ്റി, ഏവിയേഷന്, ഇൻഷുറൻസ്, ബാങ്കിങ്, ഇതിന് എഡ്യൂക്കേഷൻ സെക്ടർ അടക്കം നമുക്ക് എന്താണ് പ്രോപ്പറായിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നല്ല രീതിയിൽ കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻസ് വന്നത് വളരെയധികം ക്രൂഷ്യലായിട്ടുള്ള ഒന്ന് തന്നെയാണെന്നാണ് പറയുന്നത്. ഇവിടെ മാനേജ്മെൻറ്റ് നമുക്ക് മെയിൻലി നോക്കേണ്ട കാര്യങ്ങൾ ഒരു 4-5 കാര്യങ്ങളുണ്ട്. പോട്ട്സ്കോർബ് എന്ന് പറഞ്ഞിട്ടൊരു സിമ്പിൾ ടേംസ് ഉണ്ട്. പോട്ട്സ്കോർബ് പറഞ്ഞിട്ടുള്ള സിമ്പിൾ ടേമിൽ കൂടെ നമുക്കിത് പഠിക്കാവുന്നതുള്ളൂ. മാനേജ്മെൻറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് റിസോഴ്സ് ടു അച്ചീവ് സ്പെസിഫിക് ഗോൾസ്. ഏതൊരു സ്ഥാപനത്തിനും ഒരു സ്പെസിഫിക് ഗോൾ ഉണ്ടായിരിക്കും അല്ലേ? നമുക്കറിയാം ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനും വർക്ക് ചെയ്യുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? ആ ഒരു ഗോളൊക്കെ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യണം കാര്യങ്ങൾ. അതിനെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകുക, അതിനെ ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ല രീതിയിൽ ആ ഒരു കമ്പനിക്ക് അതിൻ്റെ ഗോൾസ് അവിടെ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രോസസ്സാണിത്, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ആണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. ഇത് കൂടാണ്ട് ഒരുപാട് ഡയറക്റ്റ് സ്റ്റാഫിങ്, അതേപോലെ തന്നെ ബഡ്ജറ്റിങ്, കോർഡിനേറ്റിങ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പിന്നീട് പഠിക്കാനുണ്ട്. ആദ്യം നമ്മൾ ജസ്റ്റ് ഇത്രയും ഒരു പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ഒക്കെ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് അറിഞ്ഞിരിക്കുകയാണ് വേണ്ടത്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഇൻ ബോത്ത് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ്. നമുക്കറിയാം പേഴ്സണൽ ലൈഫിനും പ്രൊഫഷണൽ ലൈഫിനും. ഇപ്പം നമ്മളൊരു പേഴ്സണൽ ലൈഫാണ്, നമുക്ക് നല്ല രീതിയിൽ ഡെയിലി രാവിലെ എഴുന്നേറ്റ് പഠിക്കണം, നല്ല രീതിക്ക് എന്നും രാവിലെ എഴുന്നേറ്റ് പഠിക്കണം. അത് തലേദിവസം നമ്മൾ പറഞ്ഞു വെച്ച് കിടക്കും, ഓക്കെ ഞാൻ നാളെ രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നെന്ന്. പക്ഷെ നമുക്ക് മടി കാരണം നമ്മൾ എന്ത് ചെയ്യും, എഴുന്നേക്കാതെ അവിടെ തന്നെ കിടന്നുറങ്ങിപ്പോവും. അപ്പോൾ അവിടെ ഒരു പ്രോപ്പർ ഒരു മാനേജ്മെൻറ്റ് വരുന്നില്ല അല്ലേ? പകരം നമ്മൾ എന്ത് ചെയ്യും, ഒരു അലാറമൊക്കെ സെറ്റ് ചെയ്ത് പ്ലാൻ ചെയ്യണം. ഒരു അലാറമൊക്കെ സെറ്റ് ചെയ്തു, അപ്പോൾ തലേദിവസം പ്ലാൻ ചെയ്ത് വെച്ചു, അലാറം സെറ്റ് ചെയ്തു, ഇനി രാവിലെ എഴുന്നേറ്റ് ഞാനത് എന്തായാലും എടുക്കും അല്ലേ, എന്നിട്ട് ഞാൻ എഴുന്നേൽക്കും എന്നൊക്കെ ഒരു ഡയറക്ഷൻ കൊടുത്ത് അങ്ങോട്ട് ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ആക്ടിവിറ്റി നമ്മുടെ നല്ല രീതിയിൽ അവിടെ റൺ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിനും പ്രൊഫഷണൽ ലൈഫിലൊക്കെ നമ്മുടെ ഒരു മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻസ് വളരെയധികം ഉണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെ പ്രത്യേകതകളായിരിക്കാം, വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ വേണ്ട പ്രത്യേകതകൾ. മാനേജ്മെൻറ്റ് നമ്മൾ പറഞ്ഞു, ഈ പറഞ്ഞ എല്ലാ പ്ലാനിങ്ങും അതേപോലെ തന്നെ കൺട്രോളിംഗ് ഒക്കെ ഉണ്ടായിട്ട് പോകേണ്ട ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ പോകണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണമെന്നാണ് പറഞ്ഞത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, എന്നും അതിരാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ളതൊരു നമ്മളൊരു ഒരു ഡ്രീമാണ്. ആ ഡ്രീമിലേക്ക് എത്തണമെങ്കിൽ നമ്മളവിടെ പ്രോപ്പറായി മാനേജ് ചെയ്താൽ പോയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അല്ലേ? അലാറം വെക്കണം, അത് എഴുന്നേൽക്കണം, എടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം എന്തുണ്ടെങ്കിൽ ഒരു ഗോൾ ഉണ്ടായിരിക്കണം. ഗോൾ
ഓറിയൻറ്റഡ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കണം. ഒരു ലക്ഷ്യം അവിടെ ഉണ്ടായിരിക്കണം. നമ്മൾ ലക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിലേക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ദെൻ പെർവസീവ് ആയിരിക്കണം. അത് എല്ലാ സ്ഥലത്തും വ്യാപിച്ചിരിക്കണം. ഒരു സർവ്വവ്യാപിയായിരിക്കണം നമ്മൾ ചെയ്യേണ്ട കാര്യം. മാനേജ്മെൻറ്റ് പറഞ്ഞാൽ പെർവസീവ്, അതായത് എല്ലാ മേഖലകളിലും നമുക്ക് അപ്ലിക്കബിൾ ആണ്. സെയിം അത് തന്നെയാണ് മൾട്ടി ഡയമെൻഷനിലും പറയണത്. ഒരുപാട് മേഖലകളിൽ നമുക്ക് അപ്ലിക്കബിൾ ആണ് മാനേജ്മെൻറ്റ്. നമ്മുടെ ബിസിനസ്സിൽ മാത്രമല്ല, നമുക്ക് എന്തിലുണ്ടായിരിക്കാം, ഹോസ്പിറ്റലിലല്ല, ഹോസ്പിറ്റലിൽ മാനേജ്മെൻറ്റ് വേണ്ട, പേഷ്യൻസിനെയൊക്കെ നോക്കണം, റിപ്പോർട്ട്സ് നന്നായി നോക്കണം അല്ലേ, അപ്പോൾ ഹോസ്പിറ്റലിൽ വേണം. അതേപോലെ എഡ്യൂക്കേഷൻ സെക്ടർ നമുക്കറിയാമല്ലോ, സ്കൂൾ മാനേജ്മെൻറ്റ് വേണ്ട, നല്ല രീതിയിൽ സ്റ്റാഫിനെ അപ്പോയിൻ്റ് ചെയ്യണം, അതേപോലെ കുട്ടികളെ പഠിപ്പിക്കേണ്ട ക്ലാസ്സുകൾ മാനേജ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ മാനേജ്മെൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഞാൻ സ്കൂള് ഇന്ന് മാനേജ് ചെയ്തു, നാളെ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഓൺഗോയിങ് ആയിട്ട് പോകുന്നൊരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ബിസിനസ് ആണെങ്കിലും ഓക്കെ, എൻ്റെ ബിസിനസ്സിൽ നിന്ന് എനിക്ക് ലോസ് സംഭവിച്ചു, നാളെ ഞാൻ ബിസിനസ് പൂട്ടിപ്പോവോ? ഇല്ല. എന്ത് ചെയ്യും? അതിന് വേണ്ട മെഷേഴ്സ് എടുത്തിട്ട് കുറച്ചും കൂടിയും എന്ത് ചെയ്യും, നല്ല രീതിയിൽ അവിടെ ക്യാപ്പബിൾ ആയിട്ട് അവിടെ ബിസിനസ് വീണ്ടും റൺ ചെയ്യും അല്ലേ. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സ് ആയിരിക്കാം. രണ്ടാമത്തേതാണ് പറഞ്ഞത് ഗ്രൂപ്പ് ആക്ടിവിറ്റി. നമുക്കറിയാം അല്ലേ, മാനേജ്മെൻറ്റ് ഒരാൾ മാത്രം മാനേജ് ചെയ്തുകൊണ്ട് കാര്യം ഉണ്ടായിരിക്കുമോ? അല്ലല്ലേ. ഇപ്പോൾ ഒരു സ്കൂളാണെങ്കിലും ഒരു ബിസിനസ് ആണെങ്കിലും അത്യാവശ്യം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, ഹെൽപ്പിന് വേണ്ടി വരുന്നു. അപ്പോൾ എല്ലാ ആൾക്കാരും ഒരു ടീമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആക്ടിവിറ്റി കൂടിയാണ് നമ്മുടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. ഡൈനാമിക് ഫങ്ഷനാണ്. ഡൈനാമിക് പറഞ്ഞാൽ എന്താ, ചേഞ്ചബിൾ ആയിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ടൂർ പ്ലാൻ ചെയ്യാണ്. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് നമ്മൾ ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ അത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്നിപ്പോൾ നമുക്ക് ഒരുപാട് ആപ്പുകൾ അവൈലബിൾ ആണല്ലേ. നമുക്കിപ്പോൾ നമ്മൾ എങ്ങനെ പോകണം, നമുക്ക് എവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം, നമുക്ക് ഓരോരോ ആപ്പുകൾ, ഇപ്പോൾ മേക്ക് മൈ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരുപാട് ആപ്പുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ആ ആപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ പണ്ടത്തെ കാലത്തൊക്കെ ആകുമ്പോൾ എന്താണ്, അതിനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിനുള്ള ഒരു മെത്തേഡ് ഇല്ല. പക്ഷേ ഇവിടെ വെച്ച് നോക്കുമ്പോൾ കാരണം നമുക്കങ്ങനെ മാറ്റങ്ങൾ ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ചേഞ്ചബിളാണ്, ഡൈനാമിക്കാണ്. നമുക്ക് പണ്ടത്തെ പോലത്തെ അല്ല, എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ടെക്നോളജി ആയാലും ഓരോ കാര്യങ്ങളായിട്ട് അവിടെ അങ്ങനെ ചേഞ്ചബിളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഡൈനാമിക് ഫങ്ഷനാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ബിസിനസ്സിലാണെങ്കിലും പുതിയ ട്രെൻഡ്സുകൾ വരും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, വേണ്ട നിർദ്ദേശങ്ങൾ മാനേജേഴ്സ് എടുക്കേണ്ടതായിട്ട് വരും. ദെൻ ഇൻടാഞ്ചിബിൾ ഫോഴ്സ്, നമുക്കങ്ങനെ എല്ലാം കാണാൻ പറ്റില്ല അല്ലേ. മാനേജ്മെൻറ്റിൻ്റെ ഒരു കൂട്ടം പ്രവർത്തനങ്ങൾ, മാനേജ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് നമുക്ക് ഒരിക്കലും കാണാൻ വേണ്ടി പറ്റുന്ന ഒന്നൊരു അദൃശ്യമായിട്ടുള്ളതാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാനേജ്മെൻറ്റിൽ വരുന്ന നമ്മുടെ മെയിനായിട്ട് വരുന്ന ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അടുത്തത് ഒബ്ജക്റ്റീവ്സ്. മൊത്തം 3 തരം ഒബ്ജക്റ്റീവുകളാണ് നമുക്ക് നമ്മുടെ മാനേജ്മെൻറ്റുള്ളത്. നമുക്കതിനെ PSO എന്ന് പറയാം. PSO നിങ്ങൾക്ക് അറിയില്ല. PSCത്തെ സി കളഞ്ഞിട്ട് അവിടെ നമ്മൾ O വന്ന് ജസ്റ്റ് അങ്ങനെ ഓർത്താൽ മതി. PSC എന്ന് പറയുമ്പോൾ സി ആണല്ലോ, സി നമ്മൾ ഫുള്ളാക്കി ഒരു O ആക്കി മാറ്റി. PSO പഠിക്കേണ്ട ഒരു ഷോർട്ട് ഫോമാണ്. നമ്മൾ അക്കാദമിയിൽ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്ന ഷോർട്ട് ഫോമുകളാണ് PSC എന്നൊക്കെ പറഞ്ഞ പോലെ PSO എന്ന് കൊടുക്കുന്നത്. അപ്പോൾ PSO എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ആണ് ഉണ്ടായിരിക്കാം. സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കാം. O എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവുകൾ. അപ്പോൾ ഈ 3 തരത്തിലുള്ള ഒബ്ജക്റ്റീവുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റിനൊക്കെ നല്ലൊരു പ്രോപ്പർ മാനേജ്മെൻറ്റ് വേണമെന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ ഓർഗനൈസേഷനിലല്ലേ മാനേജ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. പിന്നെ ഓർഗനൈസേഷനിൽ മാത്രം നമുക്ക് മാനേജ്മെൻറ്റ് പോരാ, സൊസൈറ്റിയെ നന്നായിട്ട് മാനേജ് ചെയ്യണമല്ലേ. സൊസൈറ്റിയിലത്തെ കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് റൺ ചെയ്ത് പോകണം. അതേപോലെ തന്നെ പേഴ്സണൽ ലൈഫിലും ഒരുപാട് അച്ചീവ്മെൻറ്റ്സുകളും ഇമ്പോർട്ടൻസും വരണം. ഇത്രയും പോയിൻറ്റ്സാണ് നമ്മൾ മെയിനായിട്ട് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ്. എന്തൊക്കെയായിട്ടായിരിക്കാം മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ നോക്കണം അല്ലേ. ഒരു മാനേജ്മെൻറ്റ് എന്തിനൊക്കെ ആയിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം. നല്ല മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബിസിനസ്സിൽ നമ്മൾ പ്ലാൻ ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം, ഡയറക്റ്റ് ചെയ്യണം, അതിനൊക്കെ കൂടിയുള്ളൊരു പ്രവർത്തനമാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ മാനേജ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഗോൾ അല്ലേ, നമ്മുടെ ഗോൾസ്, ഗ്രൂപ്പ് ഗോളായാലും പേഴ്സണൽ ഗോളായാലും നമ്മുടെ ഗോൾ അവിടെ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. എഫിഷ്യൻസി കൂട്ടും നമുക്ക്.
നമുക്ക് നല്ല രീതിയിൽ കാര്യക്ഷമമായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ക്രിയേറ്റ് ഡൈനാമിക് ഓർഗനൈസേഷൻസ്, എപ്പോഴും ചേഞ്ചബിൾ ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആകുന്നതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരിക്കാം. ദെൻ അച്ചീവ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ പേഴ്സണൽ ഒബ്ജക്റ്റീവ് അവിടെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ദെൻ ഡെവലപ്പ് സൊസൈറ്റിക്ക് നല്ല രീതിയിൽ ഇക്കണോമിക് ഗ്രോത്ത്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അവിടെ വികസിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിരിക്കും. കണ്ടോ, നോട്ട് ചെയ്യുക, ഇക്കണോമിക് ഗ്രോത്ത്. പിന്നെ അത് കൂടായിട്ട് എന്തുണ്ടായിരിക്കും? നമ്മുടെ GDP-യിൽ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ ഓൾറെഡി നമുക്കറിയാമല്ലോ നമ്മുടെ GDP, അതേപോലെ തന്നെ നമ്മുടെ GNP, പിന്നെ വരുന്നതാണ് എന്ത്? നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം എന്നൊക്കെ പറയും, PCI. ഇതൊക്കെ അവിടെ ഇൻക്രീസ് ആവാൻ ചെയ്തത്. അപ്പം നമ്മുടെ ഓവറോൾ നമ്മുടെ ഇക്കോണമിക്ക് ഗുണമാണ് പ്രോപ്പറായിട്ടൊരു മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് മൂലം അവിടെ സംഭവിക്കുന്നത്. ദെൻ നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ്, നിങ്ങളുടെ ആദ്യത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ജസ്റ്റ് എക്സാമിന് എല്ലാ കൊല്ലം ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ് നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ്. എക്സാമിന് പലപ്പോഴും 3 മാർക്കിനും 4 മാർക്കിനും അതേസമയം എസ്സേ ആയിട്ടും ചോദിക്കാവുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ് എന്തെന്ന് പറയുന്നത്? നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ്. ഇത് കൂടായിട്ട് അഡീഷണൽ പോയിന്റ്സ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് പഠിച്ചാൽ അത്രയും ഉപകാരമായിരിക്കും. മെയിനായിട്ട് വരുന്നത് മാനേജ്മെൻറ്റ് ആസ് ആർട്ട്, മാനേജ്മെൻറ്റ് ആസ് സയൻസ്, മാനേജ്മെൻറ്റ് ആസ് പ്രൊഫഷൻ. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടാണ്, ഒരു കലയാണ് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം സയൻസ് ആണെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് സയൻസ് എന്ന് പറയുന്നത്? ഒരുപാട് സയൻറ്റിഫിക് ടൂൾസാളും പ്രിൻസിപ്പിൾസും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യും. അത് നമ്മൾ കൂടുതലായിട്ട് ചാപ്റ്റർ 2-ൽ പഠിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. ദെൻ മാനേജ്മെൻറ്റ് ഹാസ് എ പ്രൊഫഷൻ. മാനേജ്മെൻറ്റ് ഒരു തൊഴിൽ അല്ലെങ്കിൽ ഒരു ഉദ്യോഗം എന്ന നിലയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിട്ടായിരിക്കുന്നു. സോ ഈ ഒരു 3 ഏരിയാസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ്. ഡിഫറൻസ് ആളും ഇതിൻ്റെ ഓരോന്നിനും ഒരു ഡിഫറൻസ് ഉണ്ട്. ആർട്ട് ഉണ്ടായിരിക്കാം, സയൻസ്, പ്രൊഫഷൻ. എല്ലാ കൊല്ലം എക്സാമിന് എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഇമ്പോർട്ടൻ്റ് നേച്ചർ. അപ്പോൾ ആർട്ടാണ്, സയൻസ് ആണ്, പ്രൊഫഷനാണ്. ദെൻ പിന്നെ നമ്മൾ നോക്കണം ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് നമ്മൾ ഇതും ഇനി വരാൻ പോകുന്ന ചാപ്റ്ററുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒന്നാണ്. ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് നമുക്കറിയാം 3 ലെവലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി ഉണ്ട് ഒരു 3 ലെവൽ അല്ലേ. ഫസ്റ്റ് ലെവലാണ് എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ. ആദ്യത്തെ ലെവലാണ് ടോപ്പ് ലെവൽ. രണ്ടാമത്തതാണ് മിഡിൽ ലെവൽ. രണ്ടാമത്തെ ലെവലാണ് മിഡിൽ ലെവൽ. മൂന്നാമത്തെ ലെവൽ ലോവർ ലെവൽ. ജസ്റ്റ് ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. മുകളിലുള്ളത് ടോപ്പ് ലെവലും, നടുക്ക് വരുന്നത് മിഡിൽ ലെവലും, താഴെ വരുന്നത് ലോവർ ലെവലും ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ മാനേജ്മെൻറ്റ് 3ആയി ഡിവൈഡ് ചെയ്യുന്ന, ഇപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലത്തെ മാനേജ്മെൻറ്റ് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഡ്യൂട്ടികൾ, അല്ലെങ്കിൽ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ഒക്കെ അവർക്ക് കൈമാറുന്നതിൽ എന്തെങ്കിലും ഒരു കറക്റ്റ് ഒരു ഹൈറാർക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ടോപ്പ് ലെവലിൽ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനൊക്കെയാണ് ടോപ്പ് ലെവൽ ഉപയോഗിക്കുന്നത്. അത് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ചീഫ് എക്സിക്യൂട്ടീവ്സ് ഒക്കെ വരുന്ന ഒന്നാണ് നമ്മുടെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. അവർക്ക് പവർ കൂടുതലായിരിക്കാം. അവരാണ് എല്ലാ റൂൾസും അവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ പ്ലാൻ ചെയ്യാനൊക്കെ അവരാണ് മേക്ക് ചെയ്യുന്നത്. രണ്ടാമത്തേതാണ് മിഡിൽ ലെവൽ എന്ന് പറയുന്നത്. ടോപ്പ് ലെവൽസ് ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങൾ മിഡിൽ ലെവലിലേക്ക് എത്തിക്കുന്നത്. നോട്ട് ചെയ്യുക, ടോപ്പ് ലെവലിൽ നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ചീഫ് എക്സിക്യൂട്ടീവ്സും ഒക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ചെയ്ത് പോവാട്ടോ. ആരൊക്കെയാണ് ടോപ്പ് ലെവലിൽ വരിക? നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ചീഫ് എക്സിക്യൂട്ടീവ്സ് അങ്ങനെയുള്ളവരൊക്കെയാണ് മെയിനായിട്ട് ടോപ്പ് ലെവലിൽ വരിക. അപ്പോൾ അവർ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ആർക്ക് കൈമാറും? മിഡിൽ ലെവലിൽ കൈമാറും. അപ്പോൾ മിഡിൽ ലെവലിൽ നമുക്ക് ബ്രാഞ്ച് മാനേജർ ഉണ്ടായിരിക്കാം, സെക്ഷൻ മാനേജർ, ഓഫീസ് മാനേജേഴ്സ്, അങ്ങനെ ഒരുപാട് മാനേജേഴ്സുകൾ, ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് ഒക്കെ വരുന്ന ഒന്നാണ് മിഡിൽ ലെവൽ. അപ്പോൾ മിഡിൽ ലെവലത്തെ മാനേജേഴ്സിന് കൈമാറും. മിഡിൽ ലെവൽ മാനേജേഴ്സ് എന്ത് ചെയ്യുന്നത്? പ്രോപ്പറായിട്ട് ഓപ്പറേഷണൽ ലെവൽ അല്ലെങ്കിൽ ലോ ലെവൽ എന്ന് പറയും, അതായത് ലോവർ ലെവൽ. ശ്രദ്ധിക്കുക, എക്സാമിന് 1 വേർഡ് ചോദിക്കുന്നതാണ്. ഓപ്പറേഷണൽ ലെവൽ എന്ന് പറഞ്ഞാൽ ലോവർ ലെവലാണ്. ഓക്കെ, അപ്പോൾ ലോവർ ലെവലിലത്തെ എംപ്ലോയീസിന് അവിടെ, അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിന് കൈമാറുക ചെയ്യുന്നത്. ഡേ ടു ഡേ സൂപ്പർവിഷൻസ് ആൾ, അവരെ വർക്ക് ആൾ, ടാസ്ക് ആൾ എല്ലാം ഇതിൻ്റെ അണ്ടറിലായിരിക്കും വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ലോവർ ലെവൽ വരുന്നവർ നമ്മൾ സൂപ്പർവൈസർ, സൂപ്പർമാൻ, സൂപ്പർവൈസേഴ്സ് ആളും അവരൊക്കെയാണ് മെയിനായിട്ട്. സെക്ഷൻ ഓഫീസേഴ്സൊക്കെ മെയിനായിട്ട് നമ്മുടെ ലോവർ ലെവൽ എംപ്ലോയീസിന് വരുന്നതായിരിക്കാം. ഇനി എന്തെങ്കിലും റിപ്പോർട്ട്സ് ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഈ ഹൈറാർക്കി എങ്ങനെയായിരിക്കാം പോവുക? ലോവർ ലെവലിൽ നിന്ന് മിഡിൽ ലെവലിലേക്ക് പോകും. അതേപോലെ മിഡിൽ ലെവലിൽ നിന്ന് ടോപ്പ് ലെവലിലേക്ക് പോകും. ഓക്കെ, അപ്പം നമ്മുടെ റിപ്പോർട്ട്സ് ആളിപ്പോൾ എംപ്ലോയീസിൻ്റെ പ്രോബ്ലംസ് റിപ്പോർട്ട്സൊക്കെ
ഒന്ന് താഴത്തു നിന്ന് മുകളിലേക്ക് പോകും. അതേപോലെ ഡ്യൂട്ടികളും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് വരിക. അതാണ് ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ടോപ്പ് ലെവല്, മിഡിൽ ലെവല്, ലോവർ ലെവല്. ലോവർ ലെവൽ എന്ന് പറഞ്ഞാൽ ഡെയിലി ഓർഗനൈസേഷൻ നടക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സൂപ്പർവൈസേഴ്സിൻ്റെ ഒരു ഡ്യൂട്ടി ആയിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ലോവർ ലെവലിൽ പറയുന്ന വേറൊരു പേരാണ് ഓപ്പറേഷണൽ ലെവൽ. ഓക്കെ, നോട്ട് ചെയ്യുക, ഓപ്പറേഷണൽ ലെവൽ. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 5 ഫങ്ഷനുള്ളൂ, പക്ഷെ ഇത് കൂടാനായിട്ട് ഒരു എക്സ്ട്രാ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. നമ്മൾ അതിനെ പോർട്ട് സ്കോപ്പ് എന്നാണ് പറയുക കേട്ടോ. പോർട്സ് കോർബ്. ജസ്റ്റ് നിങ്ങളൊന്നത് എളുപ്പത്തിൽ മനസ്സിലാക്കാനൊക്കെ പഠിക്കാനൊക്കെ പറ്റാൻ വേണ്ടി ജസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു കോഡാണ്. അതായത് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, സ്റ്റാഫിങ്, കൺട്രോളിങ്, അതേപോലെ തന്നെ 6 കൊടുത്തിരിക്കുന്നത് റിക്രൂട്ടിങ് അല്ലെങ്കിൽ റിലേറ്റീവിങ്, ബഡ്ജറ്റിങ്, അതിന് വേണ്ടിയിട്ടാണ് ഈ 6B ഒക്കെ. പക്ഷെ നിങ്ങൾക്ക് ഇത് ഇവിടെ അധികം നോട്ട് ചെയ്യാനില്ല. നിങ്ങൾ ജസ്റ്റ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഈ ഒരു 5 ഫംഗ്ഷനെങ്കിലും മെയിനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു +2 ലെവൽ പഠിച്ചാൽ മതി. ബാക്കി നിങ്ങൾ അങ്ങോട്ട് ഹയർ ലെവൽ പോകുമ്പോൾ കാര്യങ്ങൾ എന്തായാലും പഠിക്കേണ്ടതാണ്. അപ്പം ഈ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് മെയിനായിട്ട് നമ്മുടെ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആണ്. ഷുവറാണ്. എസ്സേക്ക് എല്ലാ വർഷം വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഈ നമ്മുടെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റും ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. വിത്തൗട്ട് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ബിസിനസ് ഇസ് നത്തിങ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബിസിനസ് സ്റ്റഡീസ് +2 ഒന്നുമല്ല. അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഈ ഒരു ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ഫങ്ഷൻസാണ് നമ്മൾ ബാക്കിയുള്ള ഓരോ ചാപ്റ്ററിനും നിങ്ങൾക്ക് +2 വരുന്ന ഓരോരോ ചാപ്റ്ററുകളുടെ അത് ഈ ഒരു ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അനുസരിച്ചായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ചാപ്റ്റർ നിങ്ങൾ പ്ലാനിങ്ങിനെ കുറിച്ച് പഠിക്കും, രണ്ടാമത്തേൽ നിങ്ങൾ ഓർഗനൈസിങ്ങിനെ കുറിച്ച് പഠിക്കും, മൂന്നാമത്തേൽ നിങ്ങൾ സ്റ്റാഫിങ്ങിനെ കുറിച്ച് പഠിക്കും. അങ്ങനെ നിങ്ങളുടെ ഓരോ ചാപ്റ്ററുകളുടെ പേരാണ് ഈ പറഞ്ഞ നമ്മുടെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഓരോന്നിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്ന ഒരു ഏരിയ, പഠിക്കാൻ പോകുന്ന ഒരു സെക്ഷനാണ് നമ്മുടെ ഈ ഒരു +2 ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓൺലൈൻ ക്ലാസ്സസ് ആളും ഓഫ്ലൈൻ ക്ലാസ്സസ് ആളും ആവശ്യമാണെങ്കിൽ നമ്മുടെ MS അക്കാദമിയിൽ ഡയറക്റ്റായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ആർക്കെങ്കിലും ഇതേപോലെ അത്തരത്തിൽ ഒരുപാട് കുട്ടികൾക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം നമുക്ക് ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച് നല്ല രീതിയിൽ റിസൾട്ട് നേടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വരുന്ന റിസൾട്ടിലും ഒരുപാട് കുട്ടികളുണ്ടായിരിക്കും നമ്മുടെ വിജയികളായിട്ട്. അപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, നമുക്കറിയാം എല്ലാ കുട്ടികളും ഒരേപോലെ ആയിരിക്കില്ല. നമ്മൾ ഒരുപാട് തത്വങ്ങൾ പഠിച്ച ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഒക്കെ അല്ലേ. അപ്പം ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. വേണ്ടവർക്ക് നമ്മുടെ MS അക്കാദമിയുടെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഇന്നെടുത്ത ഭാഗങ്ങൾ നന്നായി നോട്ട് ചെയ്ത് പഠിച്ച് വെക്കുക. ഓക്കെ, താങ്ക് യു.